ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും ഇല്ലാണ്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഫ്രൈഡേ, ഒരു മുടക്ക് ദിവസം കിട്ടുമ്പോൾ എങ്ങനെ ഞാനും ശ്രീകുട്ടനും അത് മിസ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച കടന്നു പോകുന്നു എന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തൊന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അത്ര തന്നെ. ഞാൻ രാവിലെ എണീറ്റിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ പിന്നെ നേരെ കിച്ചണിലേക്ക് കയറും കേട്ടോ. ബാക്കി എന്തൊക്കെയോ പണികളിൽ അതൊക്കെ ചെയ്യും. സമാധാനം പോലെ സാവകാശം സമയമെടുത്ത് ചെയ്താൽ മതിയല്ലോ. തേഴ്സ്ഡേ നൈറ്റ് തന്നെ മൈൻഡൊക്കെ ഫുൾ സെറ്റാണ്. ഫ്രൈഡേ ഡ്യൂട്ടി ഇല്ല, ഓഫാണ്, നമുക്ക് സമാധാനം പോലെ കിടന്നുറങ്ങാൻ ടൈമുണ്ട് എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ഫ്രൈഡേ എന്തായാലും ഞാൻ നേരത്തെ എണീക്കാറില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് എണീക്കാറ്. പക്ഷേ അത്രയും നേരത്തെ എണീക്കുന്ന 2 പേര് ഈ വീട്ടിലുണ്ട്. ഒന്ന് കൂപ്പറും ഒന്ന് ശ്രീകുട്ടനും. എന്തിനാണ് മുടക്ക് കിട്ടിയിട്ട് ഇത്രയും നേരത്തെ എണീക്കുന്നതിനുള്ള ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാനും അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് നിർബന്ധമില്ലെങ്കിൽ അവനത് നല്ല നിർബന്ധം. അവൻ്റെ ടോയ്സൊക്കെ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേനും എടുത്തു കൊണ്ടുവരും അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൈം ഞാൻ അവൻ്റെ കൂടെ കളിക്കും. സത്യം പറഞ്ഞാൽ അതെനിക്കൊരു സ്ട്രെസ് റിലീഫും കൂടെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഹാപ്പി പിൽസാണ് കൂപ്പർ. അവൻ വന്നതിന് ശേഷം ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. ഒരു ലീവ് കിട്ടിയാൽ റെസ്റ്റ് എടുക്കലല്ല മുഖ്യം. ഒരു ലീവ് കിട്ടിയാൽ ഒരുപാട് പണികൾ വീട്ടിൽ ആ വീക്കിൽ ചെയ്ത് തീർക്കാനുണ്ടാവും, ഈവൻ ഡീപ്പ് ക്ലീനിങ് വരെ. അപ്പോൾ ജസ്റ്റ് ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് തുടങ്ങാണ് ഓരോ പണികൾ വെള്ളിയാഴ്ചയിൽ. പിന്നെ ഒരു സമാധാനം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പണിയെടുത്താൽ മതി. ഓരോന്നോരോന്നായി സമാധാനം പോലെ ടൈം എടുത്ത് ചെയ്താൽ മതി. ഈ ഒരു ദിവസം മൊത്തം ഉണ്ടല്ലോ നമുക്ക്. അത് കഴിഞ്ഞപ്പോൾ വന്ന് കണ്ട കാഴ്ചയാണ് ഇത്. ഇതൊന്നും കൂപ്പറിൻ്റെ അടുത്ത് പോയില്ല. വർക്കൗട്ട് ചെയ്യാനൊന്നും അവൻ സമ്മതിക്കില്ല. അവൻ അതൊക്കെ ഒരു കളി പോലെയാണ്. അവൻ്റെ കൂടെ കളിക്കാൻ വരുന്നതാണോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇനി അടുത്ത പണി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തലേദിവസം അരിയും ഉഴുന്നും വെള്ളത്തിലിടാമെന്ന് വിചാരിച്ചിട്ട് അത് മറന്നുപോയി. ഇനിയിപ്പോൾ സിമ്പിളായി എന്താ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ഓൾറെഡി വിശന്നു തുടങ്ങി. സമയം 11:30 ഇനിയിപ്പോൾ സിമ്പിൾ റെസിപ്പി പാസ്ത തന്നെ. കുറച്ച് പാസ്ത എടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും, വയറും നിറയും. കുറച്ച് നേരത്തേക്ക് നമുക്ക് വിശക്കൊന്നുമില്ല. കുറച്ച് സ്യൂട്ടായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. വെള്ളിയാഴ്ച ആയി പിന്നെ നമ്മളുടെ എല്ലാ പണിയും ഈക്വലാണ്. ശ്രീകുട്ടൻ എനിക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്നു. ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് ബാക്കി പണിയിലേക്ക് സമാധാനം പോലെ കിടന്നാൽ മതിയല്ലോ. നൂഡിൽസ് അല്ല, ഇതൊരിക്കലും അങ്ങോട്ട് പോയപ്പോഴേ കിട്ടിയതാ പാസ്ത. ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മൾ. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ല. ഞാൻ അതിൽ സോസൊക്കെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് പാസ്ത റെഡി. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും ഒരു ഫ്ലേവറും കിട്ടുമല്ലോ. ഇനി നെക്സ്റ്റ് ചായ. ഞങ്ങൾ എന്നും ചായ കുടിക്കലില്ല കേട്ടോ. ആദ്യം കുടിച്ചിരുന്നവരാണ്, ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലോ. പക്ഷെ ഞങ്ങൾ 2 പേരും ഡിഫറെൻറ്റ് ടൈമിലാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുക. പ്രോപ്പർ ചായ കുടിക്കുന്ന നേരത്തിനൊന്നും എത്താറില്ല. അതുകൊണ്ട് തന്നെ ചായ കൂടി വളരെ കുറവാണ്. ഇതുപോലെ വെള്ളിയാഴ്ച ആയിട്ടാണെങ്കിൽ ഞങ്ങൾ മസ്റ്റായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും കുടിച്ചിരിക്കും. എത്ര തിരക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളരെ സന്തോഷം തരുന്നതാണ്. ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയൊന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറൊന്നും പറ്റാറില്ല. ഓൾമോസ്റ്റ് വെള്ളിയാഴ്ചകളിലും ഹസ്ബൻഡിനും ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ് കിട്ടുന്ന ചില വെള്ളിയാഴ്ചകൾ നമ്മൾ ഹാപ്പിയാക്കും. എനിക്ക് പാസ്ത മാത്രം. ഇവിടെ ഒരാൾക്ക് എക്സ്ട്രാ എന്താ പാത്രത്തിൽ നിന്ന് കാണിച്ചു കൊടുത്തേ? ജിമ്മിന് പോകുന്നതിൻ്റെ പ്രഹസനങ്ങളാണ് ഈ കാണുന്നത്. പ്രോട്ടീൻ വേണം, പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീൻ ആയിക്കോട്ടെ. രാവിലെ എണീറ്റിട്ട് വലിയൊരു പണിയാണ് കഴിഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമല്ലോ. ഇങ്ങനെയാണല്ലോ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഇരുന്ന് ഫോണൊക്കെ നോക്കി ടൈമൊക്കെ കളയാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീണ്ടും ബാക്ക് ടു വർക്ക്. നമുക്ക് കുറച്ച് തുണികളൊക്കെ എടുത്തിടാനുണ്ടായിരുന്നു. ഇന്നൊരു വെള്ളിയാഴ്ച, മുടക്കാണ്. സമയം എത്ര മണി? 3:30 ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മളെപ്പോഴാണ്? 11 മണിക്ക്. 11 മണിക്കല്ല കഴിച്ചത്, 11 മണിക്ക്. ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തൊട്ട് പറയണതോ ബീഫ് ഉണ്ടാക്കാമെന്ന്. ബീഫ് ഉണ്ടല്ലോ, ഇത് വേണ്ട, ലുലുവിൻ്റെ സ്ലൈസസ് ആണ്. നമ്മൾ ആദ്യം വാങ്ങാറുണ്ടായിരുന്നു. പക്ഷേ
നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറ്റേ ഫേമസ് ആയിട്ടുള്ള ബോബി വീലിൽ അത് തപ്പിയിട്ടാണ് പോയത്, അത് കിട്ടിയില്ല. അതിന് പകരം ഇത് കിട്ടി. ഇത് നല്ലതാണ്, നമ്മൾ മുന്നേ വെച്ച് നോക്കിയിട്ടുണ്ട്. ഇത് സ്ലൈസസ് ആണെന്ന് പറഞ്ഞാലും വീണ്ടും കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ശ്രീകുട്ടൻ കട്ട് ചെയ്യും. ബാക്കി ബീഫിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ നോക്കും. അപ്രോക്സിമേറ്റ് ഒരു 4-5 മണിക്കുള്ളിൽ ലഞ്ച് ആവും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്നിട്ട് വേണം ലഞ്ച് കഴിക്കാൻ. ഒരു ഫ്രൈഡേ കിട്ടിയാൽ ഇതാ തരാം. സ്ലൈസ് പീസ് എന്ന് പറഞ്ഞത് ഇതേപോലത്തെ സ്ലൈസ് ആക്കിയിട്ടുള്ള പീസാണ് കേട്ടോ. അല്ലാതെ ഇത് നമ്മളിത് കട്ട് ചെയ്യണം ചെയ്യാനായിട്ട്. ഇതേപോലെ ഒരു 3 പീസാണ് ഇതിലുള്ളത്. ഓക്കെ, നല്ല ബീഫാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ആ, കണ്ടറിയാം. നല്ല ബീഫാണ് കേട്ടോ. കൂപ്രോ എന്താ കിട്ടിയേ കഴിക്കാൻ? ഇന്ന് കൂപ്രുവിന് ഉറക്കില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിലുള്ള കാരണം ആള് ഫുൾ ആക്റ്റീവാണ്. അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. അവനെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി എവിടെയെങ്കിലും പോവോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് ഫുഡും കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നല്ല ബീഫാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി വെച്ചിട്ടേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഞാൻ നോർമല് എൻ്റെ വീട്ടിൽ വെക്കുന്ന പോലത്തെ കറിയാണ് വെക്കാൻ പോണത്. കറി എന്ന് പറയാൻ പറ്റില്ല, ഗ്രേവി കുറച്ചേ ഉണ്ടാവുള്ളൂ. നന്നായി കുരുമുളകൊക്കെ ഇട്ടിട്ട് വെക്കുക, സിമ്പിൾ വെക്കാനായിട്ട്. കൂപ്പർ അവിടെ കിടക്കുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈക്വലായിട്ട് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇടാൻ പോണത്. പൊടിയും മുളക് പൊടിയും ഒന്ന് മൂപ്പിക്കുമ്പോഴേ ആ ഒരു മണം വരുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം കേട്ടോ. അത് കരിയാൻ പാടില്ല. കരിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് പോകും. ഓക്കെ, ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറുന്നത്. ഓക്കെ, ഞാനിതൊക്കെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെക്കാൻ കേട്ടോ പതിവ്. ഇഞ്ചി വെളുത്തുള്ളിയാണ് അത് ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. എനിക്കത് ഇഷ്ടമല്ല. ഞാനപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഇടും. ഫസ്റ്റ് ഞാനിടാം കുറച്ചധികം വേപ്പില പിന്നെ നമ്മളിടും കേട്ടോ. പക്ഷെ ഫസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് വേപ്പിലിട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം. പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, മുളകും മല്ലിപ്പൊടി, ഇതൊന്ന് കുറച്ച് ചൂടാറുമ്പോൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഉപ്പ് കേട്ടോ. ഉപ്പ് എൻ്റെ ഒരു അളവാണ്, നിങ്ങൾക്കറിയാലോ. ഞാനിപ്പോൾ ഇതിലൊക്കെ എക്സ്പേർട്ടായി. മുന്നേ ഉപ്പിൻ്റെ അളവേതാ മുളകിൻ്റെ അളവേതാന്നൊന്നും അറിഞ്ഞിരുന്നില്ല, എക്സ്പേർട്ടായി. ഇനി ഒന്നുമില്ല, ഇത് മൊത്തം ഒന്ന് കുഴയ്ക്കുക, മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളമോ എണ്ണയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മൾ കഴുകി വാറ്റി വെച്ചാലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അത് മാത്രം മതി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട്. ബീഫിലധികം വെള്ളം വെക്കില്ല വേവിക്കുന്ന സമയത്ത്. നന്നായി മിക്സ് ചെയ്യുക, എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കും. ഇത് വേവിക്കാൻ വയ്ക്കാം. ഒരു 4 വിസിൽ ഇപ്പം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, മാറിയ ഇഷ്ടമുണ്ട്. ഞാനല്ല സവോള നന്നാക്കിയിരുന്നത്. ഒരാളുടെ കൈ മുറിഞ്ഞപ്പോഴേക്കും പേടിയായി. അപ്പോഴേക്കും നമ്മളൊക്കെ കൈ മുറിഞ്ഞാലും പണിയെടുക്കും. നമ്മളൊക്കെ എക്സ്പേർട്ടായി. പണ്ടത്തെ പോലെയല്ല. കൈയൊക്കെ മുറിഞ്ഞാലും അപ്പം പെണ്ണുങ്ങൾക്ക് പറഞ്ഞൊരു മാറ്റല്ലേ. കേട്ടോ, ബീഫൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനി അതിലേക്കുള്ള കുറച്ച് സവോളയും പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വഴറ്റി കൊടുത്ത് കുറച്ച്, ഞാൻ സാധാരണ തക്കാളി ഇടാറില്ല, പക്ഷെ
അപ്പോൾ ഞാൻ ആ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ അത്യാവശ്യം നല്ലോണം കുരുമുളക് പൊടി ഇടും. ഭയങ്കര ടേസ്റ്റാണ് ബീഫിൽ കുരുമുളക് പൊടി ഇടുമ്പോൾ. ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ഇടും കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് മാത്രം. ഇതിപ്പോൾ എൻ്റെ സ്റ്റൈലിലുള്ളതാണ്, എൻ്റെ അളവുകളാണ് കേട്ടോ ഞാനിടണത്. എനിക്കങ്ങനെ പറഞ്ഞു തരാനോ അളവ് പറഞ്ഞു തരാനോ ഒന്നും അറിയില്ല. എൻ്റേതായ ഒരു അളവ് മാത്രമേ എനിക്കറിയുള്ളൂ. കുറച്ച് നേരം ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് സെറ്റായി വരുമ്പോഴേക്കും നല്ല കളറൊക്കെ മാറി നല്ല ടേസ്റ്റ് ആവും. പക്ഷെ എത്രയൊക്കെ നല്ല ടേസ്റ്റിൽ നമ്മൾ വെക്കാൻ നോക്കിയാണ് ആ നാട്ടിലത്തെ ആ ബീഫിൻ്റെ ടേസ്റ്റ് അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞത് മേടിച്ചു കേട്ടോ. ഇന്ന് ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല, കാരണം 5 മണി കഴിഞ്ഞതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ. ചേട്ടന് ഫുഡ് ഹോട്ടലിലൊക്കെ രാത്രി പോരെ, ഇനിയിപ്പോൾ രാത്രി കഴിക്കണമല്ലോ. ഈ നേരത്തെ കഴിച്ചാൽ ഇനി ശരിയാവില്ല. അപ്പം ഇതൊക്കെ സെറ്റായിട്ട് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കി കുറേ പണികളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നൈറ്റ് ഡിന്നർ ആക്കാം. ഓക്കെ, കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായി. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം കേട്ടോ. ബൈ. പോകുന്ന വഴി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ലഞ്ച് കഴിച്ചിട്ടില്ല, അപ്പോൾ പിന്നെ ചായയും കടിയൊക്കെ കഴിച്ചിട്ട് പോവാം. നമ്മളെപ്പോഴും പോകാറില്ല, നമ്മുടെ സൂക്കിലെ ടീ ഷോപ്പിലേക്ക് തന്നെയാണ് ചായ കുടിക്കാൻ പോകുന്നത്. അവിടെ പോയി 2 ചായയും കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോൾ വയറൊന്ന് നിറഞ്ഞപ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എമിറേറ്റ്സ് ഡിസ്കൗണ്ട് സെൻറ്ററിലേക്കാണ് പോയത്. കുറേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായ ഒരുപാട് ക്യൂട്ട് തിങ്സ് ഉണ്ട്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിച്ചു വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇന്ന് വീക്കെൻഡ് നമുക്കൊരു ഫിലിം പതിവാണ്. 2 കൂട്ടരും ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഫിലിം കാണാൻ വരും. എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ ഫിലിം കാണും. വളരെ പെട്ടെന്നാണ് ഒരു വെള്ളിയാഴ്ച കടന്നു പോകുന്നതും വരുന്നതും നമുക്കറിയില്ല. അപ്പോൾ അത്രയൊക്കെയുള്ള ഒരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ ഇങ്ങനെയൊക്കെയാണ് നോർമൽ എപ്പോഴും പോവാറ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.